ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ്. നിന്ന് തിരിയാൻ സമയം ഉണ്ടായിട്ടില്ല, എന്നാലും വ്ളോഗ് എടുത്ത് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ തന്നെ മദ്രസയിലെ ദിവസമായതുകൊണ്ട് അവർ രാവിലെ മദ്രസയിൽ പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് 10 മണിയാകുമ്പോൾ അവരുടെ ക്ലാസ് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ചടപടാന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് നാസ്തയും കഴിച്ചിട്ട് ഞാൻ 10 മണിയാകുമ്പോൾ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്താ പറയുക, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. ഓണം വെക്കേഷൻ്റെ സമയത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ലീവില്ല ഒരു ദിവസം നോക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു ഞങ്ങളെല്ലാവരും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് ക്യാൻസലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇലസാപ്പാടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒത്തുകൂടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. സൺഡേ ആക്കാമെന്ന തീരുമാനത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ സൺഡേ ക്യാൻസൽ ചെയ്തു. എല്ലാവർക്കും മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ മീറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ കുറേ വീഡിയോ ക്ലിപ്പാണ് എനിക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട റിച്ചു അയച്ചു തന്നതാണ് കേട്ടോ. ആളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ എനിക്ക് കുട്ടി അയച്ചു തന്നതാണ് അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ പായസം, ചോറ്, സാമ്പാർ, കൂട്ടുകറി, ഇങ്ങനെ വലിയ വലിയ ഐറ്റംസ് ഉണ്ടാവില്ലേ, അവിയൽ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ അമ്മായിമാരൊക്കെ വേറെ ഓരോരോ ഐറ്റംസ്, പച്ചടി, ചേന ഫ്രൈ, പിന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓരോരോ വറവ്, തോരൻ, ഇതിങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എല്ലാ അമ്മായിമാരായിട്ട് അവരവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മീറ്റിങ്ങിലായിരുന്നു. എനിക്കാണെങ്കിൽ തലേന്ന് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷേ തലേന്ന് ഓണമായതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായ ഡിഷ് ചേന ഫ്രൈ ആയിരുന്നു. അപ്പോൾ അത് ചേന തലേന്ന് വാങ്ങിച്ചു വെക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കടകളൊക്കെ അവധിയായിരുന്നുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിറ്റേന്ന് ഞാൻ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ചേന ഒന്ന് വാങ്ങി വെക്കണേ ഉപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞു, നീ വരുമ്പോഴത്തേക്ക് ചേന ക്ലീൻ ചെയ്ത് മുറിച്ച് വെക്കാം, ബാക്കി നീ വന്നിട്ടാകുമ്പം ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഞാൻ മീറ്റിങ്ങിലേക്ക് പോയി. 10 മണിയാകുമ്പോൾ സ്റ്റാർട്ടാകുന്നതുകൊണ്ട് 9:30 ഞാൻ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. ഒരു മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുന്നേയിട്ട് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ എല്ലാം ചടവടയായിരുന്നു. നിന്ന് തിരിയാൻ സമയം ഉണ്ടായിട്ടില്ല. ഞാൻ എത്താൻ വേണ്ടിയിട്ട് ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി വന്ന് കഴിച്ച് വരുമ്പോഴത്തേക്കും ഉമ്മ ഏകദേശം ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിഷിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ അറിയുക കൂടിയില്ല, ഇങ്ങനത്തെ ഒരു ഡിഷ് നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പാറുണ്ടെന്ന്. ഞാൻ കഴിച്ചിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സാധനം ഉണ്ടോ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അവിടെ ഓടിപ്പടിച്ച് ഞങ്ങൾ എത്തി. ഞാനും മോളും കൂടിയിട്ട് വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഉണ്ടാക്കിയത് ഇത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുണ്ടായേ. അപ്പം ഇതൊക്കെ എന്താ ഒരു ഡിഷ് റെഡിയാക്കിയത് ഞാൻ ഓരോന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം ചടപടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്താത്തയും കൂടിയിട്ട് വീഡിയോ എടുത്തതാണ്. എല്ലാ ഡിഷും നല്ല സൂപ്പറായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഓണത്തിൻ്റെ സമയത്തല്ലേ നമുക്ക് ഈ ഒരു പിന്നെന്താ പറയുക, ഈ ഇലസാപ്പാടിനോട് ഭയങ്കര ഇഷ്ടവും കഴിക്കണമെന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഗെറ്റ് ടുഗെദർ ആക്കുമ്പോൾ നമ്മൾ രാത്രി ഒഴിവാക്കിയിട്ട് ഉച്ചക്കാക്കിയത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഇരിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ട് ഇരിക്കാൻ കുട്ടികളെ ഇരുത്താമെന്നുള്ള ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയ പാട് ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇരുത്തി. എന്നിട്ട് ചെറിയ കുട്ടികൾ കഴിച്ചതിന് ശേഷം ആണുങ്ങളൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇരുന്നു, പെണ്ണുങ്ങളെല്ലാവരും ഇരുന്നു. നല്ല രസമുണ്ടായിട്ടാ. എന്താ പറയുക, ഒരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാം ഒരു ചടവടയാണെങ്കിലും എല്ലാം മനസ്സിന് തൃപ്തിയായ ദിവസമാണ് കേട്ടോ. നമ്മുടെ വെക്കേഷൻ ടൈമിൽ ചൊവ്വാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായത്. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം നോക്കിയതാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ആൾക്കാർ ടൂറും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലീവുള്ള ദിവസം നോക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെന്താ പറയുക,
എനിക്ക് അതിന് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള മടി, പിന്നെ എനിക്ക് കുറേ വീഡിയോ ക്ലിപ്സ് കിട്ടിയത് അതിന് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത്രയും ലേറ്റായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ കണ്ണൂർ ഈ ഭാഗത്ത് ഇലസദ്യ വിളമ്പുമ്പോൾ എന്തെങ്കിലുമായിട്ടൊരു നോൺ വെജ് ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ മീൻ ഫ്രൈ ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ബീഫ് വരട്ടിയത്, അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും. അധികം നമ്മൾ വീട്ടിലാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും. പൊതുവേ എല്ലായിടത്തും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റം മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ വീഡിയോയിൽ കാണില്ലേ, ഓരോരോ ഐറ്റംസ് വിളമ്പുന്നത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടിടുന്നത്. അപ്പോൾ അങ്ങനെ ആക്കാൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഒന്നാമത് എനിക്ക് കിട്ടിയ ഇല ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം നമ്മുടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു മെമ്മറീസാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മെമ്മറീസാണ് എനിക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെന്താ പറയുക, ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. അവിടെ നിന്ന് കുറേ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന്. നമ്മൾ ഈ എലസപ്പാടിന് ബിരിയാണി കഴിക്കുന്ന പോലെയല്ല, നമ്മളിത് കഴിച്ച് ഇതിൻ്റെ കൂടെ 2 തരം പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് അങ്ങോട്ട് കിളി പോയ അവസ്ഥയിലാവും. അപ്പം അങ്ങനെ കുറേ സമയം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും കൂടി അവിടെ നിന്ന് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. ഇന്നേ ദിവസം തന്നെ എനിക്ക് മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.